നമ്മൾ പഠിക്കാൻ പോകുന്ന സീരീസ് കണക്ഷൻ ആണ്. റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ എങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള കണക്ഷൻ, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 8 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പാർട്ട് 8 is completely free, so you can visit. Please search on the YouTube, you will get them. Okay. Next is series connection. ഇവിടെ R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ തന്നെയായിട്ട് അതിനോട് ബന്ധപ്പെടുത്തി തന്നെയായിട്ട് നമ്മൾ അടുത്ത റെസിസ്റ്റർ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ that connection is known as series connection. Clear? Like this. Okay. സോ ഒരു സീരീസ് കണക്ഷനിലുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അവിടെ കറണ്ട് എന്നുള്ളത് എന്താണ്, സെയിം ആയിരിക്കും. കറണ്ട് എന്ന് പറയുന്നത് സെയിം. ക്ലിയർ? കറണ്ട് സെയിം. വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. സോ ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കറണ്ട് സെയിം, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, വെള്ളം കടത്തി വിടുകയാണെങ്കിൽ ഈ പൈപ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന വെള്ളം സെയിം ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. കണ്ടോ? ഇതാണ് പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത. പാരലൽ കണക്ഷനെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ആയി പോകും. കണ്ടോ? പക്ഷെ ഇവിടെ അങ്ങനെയില്ല. അതുകൊണ്ട് കറണ്ട് സെയിം ആണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. സോ പ്ലീസ് റിമെമ്പർ ഇറ്റ്. ഓക്കെ. കറണ്ട് സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേറെയാണ്. ദിസ് ഇസ് V1 ആൻഡ് ദിസ് ഇസ് V2. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അത് ആ റെസിസ്റ്ററിനനുസരിച്ച് വ്യത്യാസപ്പെടും. ക്ലിയർ? ആൻഡ് വി നോ ദാറ്റ് ഓംസ് ലോ. ഇൻ ഓംസ് ലോ നമ്മൾ ഓംസ് ലോ പഠിക്കാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ V is equal to എന്താണ്, I R. So from this equation we can calculate V is equal to I into R. I R ഉണ്ടോ? V പൊത്തിപ്പിടിക്കുക, ബാക്കി എന്ത് കാണുന്നു അതാണ് വിയുടെ ഇക്വേഷൻ, I R. എനിക്ക് I കണ്ടുപിടിക്കാൻ വിചാരിക്കും. അപ്പോൾ I പൊത്തിപ്പിടിക്കുക കൈ കൊണ്ട്, I അങ്ങോട്ട് കണ്ടില്ല എന്നിരിക്കുക, ബാക്കി എന്താ കാണുന്നത്, V by R. ക്ലിയർ? സിമിലർലി എനിക്ക് R കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വെരി ഈസിയാണ്. R പൊത്തിപ്പിടിക്കുക, പിന്നെ കാണുന്നത് V by I. ഓക്കെ. ഈ മൂന്ന് ഇക്വേഷൻസ് ഓംസിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് മുന്നേയുള്ള പാർട്ടുകളിൽ. ഇതിനകത്ത് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് V സമം I R എന്ന് പറയുന്ന ഇക്വേഷനാണ്. ക്ലിയർ? കഴിഞ്ഞ ക്ലാസ്സിലെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടു ഈ സീരീസ് കണക്ഷനിലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഇൻഡിവിജ്വൽ വോൾട്ടേജ് V1 പ്ലസ് V2. കറണ്ട് സെയിം ആണെങ്കിലും വോൾട്ടേജ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി, ചുമ്മാ കൂട്ടിയാൽ മതി. ഓക്കെ. ആൻഡ് വി നോ ദാറ്റ് ബൈ ഓംസ് ലോ V is equal to എന്താണ്, IR. സോ ടോട്ടൽ വോൾട്ടേജ് is equal to ടോട്ടൽ കറണ്ട് into ടോട്ടൽ റെസിസ്റ്റൻസ്. വെരി ഈസി. ഓക്കെ. So in series connection, when resistors are connected in series, the potential difference gets divided. So that is V is equal to V1 plus V2. Total potential difference എന്ന് പറഞ്ഞാൽ R1 ന്റെ potential difference plus R2 ന്റെ potential difference, that is V1 plus V2. Clear? So ഇത് very important point, അത് മനസ്സിൽ വെക്കുക. And the current through each resistor will be the same. Current same ആണ്. Clear? And we know that V is equal to IR. So that would add V സമം IR. This is our equation. Clear? Then what about V1? Current same. I1 എഴുതാൻ പാടില്ല, but resistance is not same. അപ്പോൾ ഇതിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 കണ്ടുപിടിക്കാൻ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് R. And what about V2? That is potential difference across this resistor is equal to current same I into R2. Okay? From Ohm's law. So V2 is equal to IR2. And the previous slide നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 plus V2. So this is our V1 and this is our V2. So ലെഫ്റ്റ് സൈഡ് കൂട്ടുന്നതിന് പകരം റൈറ്റ് സൈഡ് കൂട്ടുക. ക്ലിയർ? So total voltage is equal to what? IR1, that is V1. Instead of V1 we put IR1. Okay? Plus IR2. Okay? In mathematics we know that I is common to both the terms. ഇവിടെ I ഉണ്ട്, അപ്പോൾ I പുറത്തേക്ക്. ബാക്കിനകത്ത് R1 plus R2. Clear? Okay. Then what is V? According to Ohm's law, V is equal to capital I into capital R. Total current into total resistance. And the left side is I into R1 plus R2. What happened is left side and right side is same quantity on vertical. I get cancelled. Finally R is equal to R1 plus R2. Clear? Okay. So
So IR is equal to IR1 plus IR2. IR is equal to I പുറത്തേക്ക് എടുക്കുക R1 plus R2. Then R is equal to R1 plus R2. So the total resistance of the circuit is equal to sum of the individual resistance. R1 R2 കൂട്ടുന്നതാണ് total resistance എന്ന് പറയുന്നത്. Clear? So effective resistance is the sum of the resistance of all the resistors when they are connected in series. അപ്പോൾ നിങ്ങളോട് പറയാൻ 2 ഓമിൻ്റെ ഒരു റെസിസ്റ്ററും 4 ഓമിൻ്റെ റെസിസ്റ്ററും എന്താണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് വെറുതെ കൂട്ടിയാൽ മതി 6 ഓം ഇൻ സീരീസ് കണക്ഷൻ. ക്ലിയർ? ബട്ട് ഇൻ പാരലൽ കണക്ഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/4 അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ പാരലൽ കണക്ഷൻ പഠിപ്പിക്കാം. ഓക്കെ. സോ ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് സിസ്റ്റത്തിന്റെ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് when they are connected in series. Okay. If the resistors are of the same value, then the effective resistance can be obtained by multiplying the resistance of a resistor within the number of resistors. അതായത് ഇപ്പോൾ ഇവിടെ ഇത് 2 ഓം ഇത് 2 ഓം രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അതായത് രണ്ടും കൂടി എന്താ മതി ഗുണിച്ചാൽ മതി 2 എണ്ണം. ഇപ്പോൾ ഇവിടെ 5 ഓം ഉണ്ട്, ഇവിടെ 5 ഓം 2 എണ്ണം ഉണ്ട്. എന്ത് ചെയ്യണം? ഒരെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും, 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 × 5 ഗുണിച്ചാൽ മതി ഒരേ വാല്യൂ ആണെങ്കിൽ. ഓക്കെ. 3 പ്രാവശ്യം കൂടുതൽ വരാൻ നമ്മൾ ഗുണിക്കൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. നമ്മൾ കടയിൽ ചെന്ന് റെസിസ്റ്റർ വാങ്ങിക്കാൻ ചെന്നത് ഇങ്ങനെയാണ് കിട്ടുക, അതിൻ്റെ ഒറിജിനൽ രൂപം. അതിനകത്ത് കുറച്ച് കളറുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ എത്രയാണ് റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം കളർ ടേബിളായ അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 1 2 3 4 4 കളറുണ്ട്. ഈ 4ാമത്തെ കളർ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. 1ാമത്തെ കളർ നോക്കുക, ഇവിടെ റെഡാണ്. ഇപ്പോൾ റെഡിൻ്റെ വാല്യൂ നോക്കാം 2. 2ാമത്തെ കളർ നോക്കുക, വയലറ്റ് ആണ്. വയലറ്റിൻ്റെ വാല്യൂ ഇവിടെ 7. 3ാമത്തെ കളർ നോക്കുക, അത് ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെ വാല്യൂ ഇവിടെ നോക്കരുത്, 3ാമത്തെ കളറിൻ്റെ വാല്യൂ ഇപ്പുറത്ത് നോക്കണം. ദിസ് ഇസ് തേർഡ് കളർ 3. ഇവിടെ 3 എഴുതരുത്, 3 0 ആണ്. കണ്ടോ? ഇവിടെ മുകളിൽ കണ്ടോ നമ്പർ ഓഫ് സീറോസ്. ഇനി ഈ 4ാമത്തെ കളർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഓമാണ് ആക്ച്വലി ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ചിലപ്പോൾ 20 കൂടുതൽ വരാം, അല്ലെങ്കിൽ 20 കുറവ് വരാം, അല്ലെങ്കിൽ 10 കൂടുതൽ വരാം, 10 കുറവ് വരാം, അല്ലെങ്കിൽ 5 കൂടുതൽ വരാം, 5 കുറവ് വരാം. അപ്പോൾ അത് ഏത് കളറാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. സിൽവർ ആണെങ്കിൽ 10% കൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കുറയാം. ക്ലിയർ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോർത്ത് റിംഗ് ഇൻഡിക്കേറ്റ്സ് ടോളറൻസ്. സിൽവർ 10 or -10%, പ്ലസ് ഓർ -10%, ഗോൾഡ് 5%, ആൻഡ് ദർ ഇസ് നോ ഫോർത്ത് ലൈൻ. ഇങ്ങനെ ലൈൻ ഇല്ലെങ്കിൽ 20% ഡീവിയേഷനാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്ലസ് ഓർ മൈനസ് 10%. ഇത് സിൽവർ ആണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, the first 2 rings are red and violet, then the first 2 digits are 2 and 7. The third one denotes number of zeros. This is orange, then there are 3 zeros. Now the value is 27,000 ohm. If the silver ring is also considered, then the value is 27 kilo ohm. 1000 നമ്മൾ കിലോ എന്ന് പറയാം. അപ്പോൾ 27 kilo ohm plus or minus 10%. അപ്പോൾ നിങ്ങൾക്കൊരു റെസിസ്റ്റർ കിട്ടി അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ക്ലിയർ? ഓക്കെ. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇൻ സീരീസ് കണക്ഷൻ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 plus R2 എല്ലാ റെസിസ്റ്റൻസും കൂടുന്നതായിരിക്കും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് ക്ലാസ്. ഓക്കെ. ഇന്ന് നമ്മൾ പാരലൽ കണക്ഷനെ കുറിച്ച് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. ഓക്കെ. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് പാരലൽ കണക്ഷൻ മീൻസ്. എന്തായിരുന്നു സീരീസ് കണക്ഷൻ? നമ്മൾ റെസിസ്റ്റർ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതായിരുന്നു സീരീസ് കണക്ഷൻ. സപ്പോസ് സീരീസ് കണക്ഷനിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക. സപ്പോസ് ദിസ് ഇസ് വൺ ഓഫ് ദ റെസിസ്റ്റർ, റെസിസ്റ്റൻസ് 1, ആൻഡ് ഇത് അനദർ റെസിസ്റ്റൻസ് 2. ഓക്കെ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു എൻഡ് സാർ ഒരു ഓപ്പണിങ്ങും എൻഡിങ് കൊടുക്കുന്നത് AB, ഇത് CD. ഇനി സീരീസ് കണക്ഷനിൽ നമ്മൾ A കഴിഞ്ഞിട്ട് B, പിന്നെ C സ്റ്റാർട്ട് ചെയ്തിട്ട് D. കണ്ടോ? അവിടെ ബിയുടെ പുറകിലാണ് ആര് വരുന്നത്? സി വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സി, ദിസ് ഇസ് സി. ബട്ട് ഇൻ പാരലൽ കണക്ഷൻ അങ്ങനെയല്ല. ഓക്കെ. ഇവിടെ എയുടെ പുറകിൽ നിന്നാണ് നമ്മുടെ എന്താണ് വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്യുന്നത് എയും ഡിയിലുമാണ്. ബിയും സിയും പരസ്പരം ലിങ്കഡാണ്. പക്ഷേ നമ്മൾ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഇവർ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ. സോ ദിസ് ഈസ് പാരലൽ കണക്ഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ എയുടെ ബിയുടെ പുറകിൽ സി വരുന്നില്ല. കണ്ടോ? കിട്ടിയോ? നേരെ കുറച്ച് സീരീസ് കണക്ഷൻ എങ്ങനെയാണ്? ബിയുടെ പുറകിൽ സി വരുന്നുണ്ട്.
Okay, so this is the figure. This figure is this is resistance 1, this is A and this is B, A and B and this is C and this is D. Clear? A യുടെയും C യുടെയും common point ഒരു പോയിന്റിലേക്ക് കണ്ടോ, അതിൽ B യുടെയും D യുടെയും മറ്റൊരു പോയിന്റിലേക്ക്. Clear? That point is known as here A and B. Clear? Resistance different ആണ്, current different ആണ്, voltage same ആണ്. അതാണ് പാരലൽ കണക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് കണക്ഷൻ നമ്മൾ പഠിച്ചു, പാരലൽ കണക്ഷൻ പഠിച്ചു. പാരലൽ കണക്ഷനിൽ നമ്മൾ കണ്ട കാര്യമാണ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും, അതുകൊണ്ട് കറണ്ട് കൂടുതലായിരിക്കും. ഇവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ കറണ്ട് ഇവിടെ എന്താണ്, കറണ്ട് ഡിഫറൻ്റ് ആണ് പാരലൽ കണക്ഷനിൽ. ഡിഫറൻറ്റ് കറണ്ട് കാണിക്കാൻ സാർ രണ്ട് സമൂഹത്തിട്ടൊരു വെട്ടിട്ടു. സീരീസ് കണക്ഷനിൽ നമ്മൾ കണ്ടതാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ, കറണ്ട് സെയിം ആണ്, അതിന് വേണ്ടി ഒരു രണ്ട് ഈക്വൽ സൈൻ ഇട്ടു. പിന്നെ വോൾട്ടേജ് ഇവിടെ രണ്ട് എൻഡ് കണ്ടോ, ഈ രണ്ട് സ്ഥലത്തും ഒരു എൻഡ് തന്നെയാണ് രണ്ടുപേർക്കും വരുന്നത്. അപ്പോൾ R1ൻ്റെയും R2ൻ്റെയും A എന്ന് പറഞ്ഞ എൻഡ് സെയിം ആണ്, B എന്ന് പറഞ്ഞ എൻഡ് സെയിം ആണ്, അതുകൊണ്ട് വോൾട്ടേജ് സെയിം ആണ്. പക്ഷേ സീരീസ് കണക്ഷനിൽ വരുമ്പോൾ വോൾട്ടേജ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആണോ? സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ്. പാരലൽ കണക്ഷൻ നമുക്ക് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് 7ാമത്തെ പാർട്ടിൽ. അതായത് ഒരു ബൾബ് ഊരിയാലും മറ്റു ബൾബുകളൊക്കെ കത്തും. നമ്മുടെ വീട്ടിൽ പാരലൽ കണക്ഷനാണ്. ബട്ട് ഇങ്ങനെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഏത്, സീരീസ് കണക്ഷൻ. ക്ലിയർ? സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ്. ലെറ്റ്സ് calculate the formula to find out the total resistance in parallel connection. Parallel connection total resistance കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ഓംസ് ലോ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓംസ് ലോയിലെ ഇക്വേഷൻ ഒന്നുകൂടി നമുക്ക് നോക്കാം. According to Ohm's law, V is equal to എന്താണ്, IR. Clear? So from this equation we can calculate V സമം IR. Similarly we can calculate I. What is I? I സമം V by R. Okay. This is the total current in the circuit. Okay. Then what is I1? അപ്പോൾ I1 എന്തായിരിക്കും, I1 is equal to, here V same ആണ്, അപ്പോൾ V അങ്ങനെ എഴുതാം, divided by R1. Clear? And what about I2? ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I2 according to Ohm's law, I2 is equal to V എല്ലാവർക്കും സെയിം ആണ്, but R different ആണ്, R2. So please remember this. Okay. So the total current in the circuit is sum of the current through all the branch circuits. So total current എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 I2 കൂട്ടുന്നതാണ്. So I is equal to I1 plus I2. And we know that what is I. Already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, I is equal to V by R. Clear? Then what is I1? I1 is equal to V by R1. I2 V by R2. Clear? I1 is equal to V by R1, and similarly I2 is equal to V by R2. Clear? Then according to this equation, total current എന്ന് പറഞ്ഞാൽ I1 plus I2 ആണ്. അപ്പോൾ instead of this I, you can write this equation, V by R. Clear? So V by R equal to, what is I1? V by R1. V by R1. Okay. Then what is I2? I2 is equal to plus V by R2. Clear? So ഇത് രണ്ടും കൂടി കൂട്ടണം നമുക്ക്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതെങ്ങനെ കൂട്ടും? ഇവിടെ V രണ്ട് സ്ഥലത്തും കോമൺ ആണ്, അപ്പോൾ V നമുക്ക് പുറത്തോട്ട് എടുക്കാം. സോ V by R is equal to V നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 by R1 plus 1 by R2. Clear? Okay. So ഇതിനകത്ത് V കോമൺ ആണ്, വെട്ടിക്കളയാം. So here we will get 1 by R is equal to 1 by R1 plus 1 by R2. Okay. So this is the equation for resistors are connected in parallel circuit. Okay. So by Ohm's law, V by R is equal to V by R1 plus V by R2. അതിൽ നമ്മൾ V പുറത്തോട്ട് എടുത്തു. So V into I by R is equal to V into 1 by R1 plus 1 by R2. This is 1 by R. Okay. So we get cancelled. V നമ്മൾ വെട്ടിക്കളയും. So this is the main equation. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. So this become 1 into R2 plus
1 into R1 R1 cross multiplication divided by ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ R1 R2. Okay, this is equal to 1 by R. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് R ഇടണം, അത് തിരിക്കുക, റിവേഴ്സ് ചെയ്യുക, ഇപ്പുറത്തെ സൈഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് റിവേഴ്സ് ചെയ്യണം. സോ ഈ 1 by R എന്നുള്ളത് R by 1, ഇപ്പുറത്ത് എന്താവും R1 R2 divided by R1 plus R2. ഈ R2 plus R1 എന്ന് പറഞ്ഞാൽ R1 plus 2 R എന്ന് പറഞ്ഞാൽ സെയിം ആണ്. പ്ലസ് സെയിം അതിൻ്റെ ഓർഡറിന് പ്രാധാന്യമില്ല. സോ ദിസ് ഈസ് another form of the same equation. Okay, clear? Okay. So please remember this. ഈ equation ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. Okay, if the resistors of the same value are connected in parallel, then R is equal to small r by small n, where n is the number of resistors and R is the resistance of one resistor. അതായത് ഇപ്പോൾ 4 ഓമിൻ്റെ 4 റെസിസ്റ്റർ ഉണ്ടെന്ന് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 4 ഓം റെസിസ്റ്റർ 4 എണ്ണം ഉണ്ടെന്ന് ആയിരിക്കും. 1 2 3 4. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി, എത്രയാണ് ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ്? 4 ഓം. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് is equal to 1 ohm. Clear? Okay, yes. So this is the equation. Here small r represent ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എത്രയാണ്, സ്മോൾ n represent എത്ര റെസിസ്റ്റർ അവിടെ ഉണ്ട്. Okay, so please remember this equation. This is very important. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്താൽ എന്നാലും ഒന്നുകൂടി പറയാം. റെസിസ്റ്റർ ഇൻ സീരീസ്, റെസിസ്റ്റർ ഇൻ പാരലൽ നിങ്ങളുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ ഡിഫറൻസ് എന്താണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, പാരലൽ ആണെങ്കിലോ റെസിസ്റ്റൻസ് കുറയുന്നു. ഇനി പാരലൽ ഒരു കാര്യം പറയുന്നത്, കറണ്ട് ത്രൂ ദ ഈച്ച് റെസിസ്റ്റൻസ് ഡിഫറെൻറ്റ്, കറണ്ട് ഡിഫറെൻ്റ് ആണ്, പക്ഷേ സീരീസിലെ കറണ്ട് സെയിം ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീരീസിൽ എങ്ങനെയാണെന്ന് നോക്കിയത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇൻ ഡിഫറെൻറ്റ് ഡിവൈഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റർ. അപ്പോൾ സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമാണ്, ബട്ട് പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. ഇനി ഈ പാരലൽ കണക്ഷൻ നമുക്ക് സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. ഇൻ റെസിസ്റ്റർ സീരീസിൽ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. ക്ലിയർ? ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ സീരീസ് കണക്ഷനെയും പാരലൽ കണക്ഷനെയും ബന്ധപ്പെടുത്തിയത്. ഇത് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലമാണ്, വെരി ഈസിയാണ്. വാട്ട് ഈസ് ദ കറന്റ് 4 ohm and 2 ohm resistors are connected in series and a 6 volt potential difference is applied. ഫിസിക്സിലെ പ്രോബ്ലം കിട്ടിയാൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്നത് കറന്റ് എത്രയാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്നത് റെസിസ്റ്റേഴ്സ് ആണ്, 4 ohm 2 ohm. അപ്പോൾ 2 റെസിസ്റ്റൻസ്, ഒന്ന് 4 ohm, എന്താണ് 2 ohm. ഓക്കെ, കണക്റ്റഡ് ഇൻ സീരീസ് ആകുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം, R1 plus R2. ഇത് മൈൻഡിൽ വരാം. 6 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എന്താണ്, 36 വോൾട്ടേജ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ആദ്യം നമുക്ക് എഴുതി വെക്കാം. വോൾട്ടേജ് എന്നിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഫോർമുല ഇതാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ് കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കുക, 4 + 2 6 ohm. ക്ലിയർ? ഇനി ചോദ്യം കറണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കറണ്ട് കാണാൻ നമ്മൾ ഓംസ് ലോയിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ ഓർക്കുന്നില്ലേ? ഓംസ് ലോ ഇസ് V = എന്താണ്, IR. ദെൻ വാട്ട് ഇസ് I is equal to V by R. അപ്പോൾ ഇവിടെ V എന്ന് പറഞ്ഞാൽ 6 ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ 6/6 ചെയ്യുക, ദ ആൻസർ ഈസ് 1. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. സോ കറന്റ് ഇസ് ഈക്വൽ ടു 6/6 = 1 ആംപിയർ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ 6 ആണ് ഇക്വേഷൻ ആയിരിക്കുന്നത്, V by I. അവിടെ വിയുടെ വില കൊടുത്തു 6, ആറിൻ്റെ വില കൊടുത്തു 6, ഐയുടെ വില കൊടുത്തിട്ടില്ല. ദെൻ I ഇപ്പുറത്തേക്ക് എടുത്തിട്ട് 6 താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 6/6 = 1. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, I is equal to V by R എന്ന ഫോർമുല അപ്ലൈ ചെയ്ത ആൻസർ. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് പാരലൽ കണക്ഷനെ ബന്ധപ്പെടുത്തിയിട്ടാണ്. വാട്ട് ഈസ് ദ കറന്റ് ഇഫ് 12 ohm and 4 ohm resistors are connected in parallel and 12 V potential difference is applied. ഈ ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ നമ്മൾ കറന്റ് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന 12 ohm റെസിസ്റ്ററും 4 ohm റെസിസ്റ്ററും. അപ്പോൾ R1 തന്നിട്ടുണ്ട്, R1 is equal to 12 ohm and R2 സെക്കൻഡ് റെസിസ്റ്റർ വന്നേക്കുന്നത് 4 ohm. ഓക്കെ, കണക്ഷൻ ഇൻ പാരലൽ ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് 1 by R is equal to എന്താണ്, 1 by R1 plus 1 by എന്താണ് R2. ഈ ഫോർമുലയിലേക്ക് ഇത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. സോ ടോട്ടൽ റെസിസ്റ്റൻസ് 1 by R is equal to 1 by R1. 1 by R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്, പ്ലസ് എന്താണ് 1 by 4. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, സോ ഡാറ്റാസ് ഒക്കെ നമുക്ക് എഴുതാം. R1 12 ohm, R2 4 ohm, വോൾട്ടേജ് 12 വോൾട്ടേജ്.
then equation 1 by r square 1 by r1 plus 1 by r2. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇവിടെ കാണുന്നത് 1 by 12 1 by 4. എന്താ ചെയ്യുന്നത് ഇത് ഇങ്ങോട്ട് ഗുണിക്കണം 1 into 4 4 ഇത് ഇപ്പുറത്തേക്ക് ഗുണിക്കണം 12 into 4 1 12 then ഇവർ തമ്മിൽ ഗുണിക്കണം 12 into 4 that is 48 4 plus 2 16. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by r ആണ് ഈ 16 by 48. നമുക്ക് വേണ്ടത് r ആണ്. ഇതിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് തിരിക്കുമ്പോൾ r by 1 ഇവിടെ എന്താവും 48 by 16. ഓക്കെ, സോ നമുക്ക് കിട്ടും 3 കിട്ടും. സോ റെസിസ്റ്റൻസ് കിട്ടി. അവർ ക്വസ്റ്റ്യൻ ഇസ് കറണ്ട് ആണ്. സോ കറണ്ട് ഇസ് ഈക്വൽ നേരത്തെ സാർ കാണിച്ചതാണ് ഇക്വേഷൻ കറണ്ട് ഇസ് ഈക്വൽ ടു v by r. സോ വാട്ട് ഈസ് അവർ വോൾട്ടേജ് 12 voltage potential difference is 12 divided by 3, that is current is equal to 4 ampere. This is one of the method. ഇതാണ് ഒരു മെത്തേഡ്. ക്ലിയർ? റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, കറണ്ട് is equal to v by r 4 ampere. ഇനി നമ്മൾ വേറെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇക്വേഷൻ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തിട്ട് ഓർമ്മയുണ്ടാവും. ഈ r2 ഇങ്ങോട്ട് ഗുണിക്കുക, ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ എന്താവും r2 പ്ലസ് ഇത് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ r1 ഡിവൈഡ് ബൈ r1 r2. This is equal to 1 by r. നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സോ ഇത് റിവേഴ്സ് ചെയ്യുമ്പോൾ r is equal to എന്താണ്, ഇത് ആദ്യം വരും താഴത്തത്, that is r1 r2 ഡിവൈഡഡ് ബൈ മുകളിൽ താഴെ വരും r1 പ്ലസ് r2. അത് r2 പ്ലസ് r1 അല്ലേ സാർ എന്ന് ചിന്തിക്കേണ്ട, ഇത് പ്ലസ് ആയതുകൊണ്ട് ഏത് ഓർഡറിൽ വരും. നമുക്ക് കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടി ഈ ഓർഡറിൽ ഈ ഇക്വേഷൻ അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ 2 ഉള്ളെങ്കിൽ 3 ഉള്ളെങ്കിൽ ഇവിടെ പ്ലസ് എന്താണ് 1 by r3 കൂടി ചേർക്കണം. 3 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ. ഇപ്പോൾ 2 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് 12 into 4 ഡിവൈഡ് ബൈ 12 plus 4 വെരി ഈസി 3. സോ റെസിസ്റ്റൻസ് കിട്ടി. ബട്ട് കറണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. കറണ്ടിന് സെയിം ഈ ഒരു മെത്തേഡ് തന്നെ വീണ്ടും പ്രയോഗിക്കണം. ഈസ് ഈക്വൽ ടു v by r. സോ v നമുക്കറിയാം 12 ആണ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്, 4 ampere. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, ക്ലിയർ? Another question, 10 resistors of 2 ohm each are connected in parallel. Calculate the effective resistance. ഇത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്ര റെസിസ്റ്റർ ഉണ്ട്, അതാണ് n സമം 10 റെസിസ്റ്റർ. റെസിസ്റ്ററിന്റെ വാല്യൂ എന്നുള്ളത് സ്മോൾ ആണ്, അത് 2 ohm. ഓക്കെ, ഇൻ പാരലൽ കണക്ഷൻ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, എത്ര വാല്യൂ ആണോ ഡിവൈഡ് ബൈ n, ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് ഡിവൈഡ് ബൈ 10. So the answer is 0.2 ohm. That is parallel connection. If the question asks to calculate in series connection, it's very easy. Capital R is equal to NR. That is 10 into 10 ഉണ്ട് 2 ohm വെച്ചിട്ട്. So that is 20 ohm. Okay.